അപ്പം ഞങ്ങളെ സെക്കൻഡ് ഇയർ അപ്ലൈഡ് ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡിസ്പ്ലേ ആയിരുന്നു കേട്ടോ. നമ്മൾ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ ഡിസ്പ്ലേ നടത്തുക. ഇപ്പോൾ സെക്കൻഡ് ഇയറത്തെ ഫസ്റ്റ് മുതലുള്ള വർക്ക്സ് മൊത്തം ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യും. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിന് പ്രത്യേകത എന്താ വെച്ചാൽ, എന്താണ് ഈ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്ത് വർക്കാണ് ചെയ്യുന്നത് അധികം ആർക്കും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ഇതേപോലെ ചെയ്ത വർക്ക്സൊക്കെ ഡിസ്പ്ലേ ചെയ്യുമ്പോഴാണ് ഫസ്റ്റ് ഇയേഴ്സിനും എല്ലാവർക്കും ഇതിനെപ്പറ്റി കൂടുതൽ അറിവുണ്ടാവുക. അപ്പം ഫസ്റ്റ് ഇയർ നമുക്ക് എല്ലാ സബ്ജക്റ്റും പഠിക്കാനുണ്ടാവും. പക്ഷേ സെക്കൻഡ് ഇയർ എത്തുമ്പോൾ ഡിപ്പാർട്ട്മെൻറ്റായി മാറും. അപ്ലൈഡ് ആർട്ട്, സ്കൾപ്ചർ, പെയിൻറ്റിങ്. അപ്പോൾ ഞാൻ അപ്ലൈഡ് ആർട്ടാണ്. അപ്പോൾ അപ്ലൈഡ് ആർട്ടിൽ വരുന്നത് ഡിസൈനിങ് ആണ് കൂടുതൽ. ഇപ്പോൾ സെക്കൻഡ് ഇയറിൽ ഹാൻഡ് മെയ്ഡ് ആയിട്ടാണ് ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സെക്കൻഡ് ഇയർ കഴിഞ്ഞ് തേർഡ് ഇയർ എത്തുമ്പോഴാണ് ഡിജിറ്റലായിട്ടും ഒക്കെ കൂടുതൽ വർക്ക്സ് ഉണ്ടാവുക. ഇപ്പം കൂടുതലും ഹാൻഡ് മെയ്ഡ് തന്നെയാണ് ഉണ്ടാവുക. ഇതിൽ നമുക്ക് കൂടുതലായിട്ടും ബേസിക് ആയിട്ടുള്ള ഡിസൈനിങ് കാര്യങ്ങളാട്ടോ, സിമ്പിളായിട്ടുള്ള കളർ തിയറി, അതേപോലെ ലോഗോ, ബ്രാൻഡ് ഡിസൈനിങ്, അങ്ങനെയൊക്കെ. ഇതൊക്കെ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് തേർഡ് ഇയറിൽ പഠിക്കും. ഫസ്റ്റ് ഇയറിൽ ഇൻ്റഗ്രേറ്റഡ് ആയതുകൊണ്ട് എല്ലാ സബ്ജക്റ്റും പഠിക്കാനുണ്ടാവും. പക്ഷേ സെക്കൻഡ് ഇയർ ഡിപ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്കിപ്പം 7 സബ്ജക്റ്റാണുള്ളത്. കളർ ആൻഡ് ഡിസൈനിങ്, ടൈപ്പോഗ്രഫി, സെരിഗ്രഫി, ഗ്രാഫിക് ഡിസൈനിങ്, ഫോട്ടോഗ്രാഫി, നേച്ചർ സ്റ്റഡി, പിന്നെ ലൈഫ് സ്റ്റഡി, പിന്നെ നമുക്കൊരു തിയറി വരുന്നുണ്ട്, ആർട്ട് ഹിസ്റ്ററി. അത് ഫസ്റ്റ് ഇയറിലും സെയിം തന്നെയാണ്. ഫസ്റ്റ് ഇയറിൽ പിന്നെ ആർട്ട് ഹിസ്റ്ററിയും ഫണ്ടമെൻ്റൽ ഓഫ് വിഷ്വൽ ആർട്ട് എന്ന് പറഞ്ഞൊരു തിയറി കൂടി ഉണ്ട്. അവർ 2 തിയറിയാണ്. സെക്കൻഡ് ഇയറിൽ ഇപ്പോൾ നമുക്ക് ആർട്ട് ഹിസ്റ്ററിയും പിന്നെ സെരിഗ്രഫിൻ്റെ കുറച്ച് ഭാഗങ്ങളും പഠിക്കാനുണ്ട്. അത് തിയറി ആയിട്ട് 2 സബ്ജക്റ്റേ വരുന്നുള്ളൂ. ഈ ഡിസ്പ്ലേയിൽ നമ്മൾ ബെറ്റർ ആയിട്ടുള്ള കുറച്ച് വർക്ക്സ് ആട്ടോ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഞങ്ങൾ ക്ലാസ്സിലാട്ടോ ഈ വർക്കിൻ്റെ ഒക്കെ ഡിസ്പ്ലേ വെച്ചിട്ടുള്ളത്. ഞങ്ങൾ കോളേജിൻ്റെ ഒരു ഗാലറി ഉണ്ട്, അവിടെ വെച്ചിട്ട് ഇതൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇൻവിറ്റേഷൻ ഉണ്ട് കോളേജിലേക്ക്. എല്ലാവർക്കും വന്ന് വർക്ക്സൊക്കെ കാണാം. നമ്മൾ എന്താണ് ഈ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെ വർക്കൊക്കെ ചെയ്യണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും കേട്ടോ. ഞാനിവിടെ ഫസ്റ്റ് ഇയർ വന്ന സമയത്ത് ഞങ്ങൾ സെക്കൻഡ് ഇയേഴ്സിൻ്റെ ഇങ്ങനെ വർക്ക് ഡിസ്പ്ലേ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്താണ് ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ചോയ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ഇതാണ് എടുക്കണമെന്ന് അറിയില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഫസ്റ്റ് ഇയേഴ്സിന് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് അപ്ലൈഡ് ആർട്ടിൽ ചെയ്യുന്നത്, എന്ത് വർക്കാണ് അവർക്ക് കൊടുക്കണം എന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഞങ്ങൾക്കും തന്നെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ഒരു സന്തോഷം. കാരണം ഞങ്ങൾ ചെയ്ത വർക്ക് എല്ലാവരും വരിക, കാണുക, അതിനെപ്പറ്റി കാര്യങ്ങൾ പറയുക, സംസാരിക്കുക, അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. പിന്നെ ഈ കവർ ബുക്ക് ഡിസൈനിങ് കണ്ടോ, നമ്മൾ ബുക്കിൻ്റെയൊക്കെ കവർ ഡിസൈനിങ്, അതാട്ടോ ഈ വീഡിയോയിൽ കാണുന്നത്. അപ്പം ഇത് എല്ലാവരുടെ വർക്കൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല, അത് ലാസ്റ്റ് എന്ന വർക്കായിരുന്നു. അപ്പം കുറച്ച് വർക്ക്സ് ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് കൂടുതലായിട്ട് BFAനെ പറ്റി, എൻട്രൻസിനെ പറ്റിയൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ, ആർട്ട് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് പറയണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിക്കണേ ലൈക്ക് ചെയ്യുക, അതേപോലെ കമൻറ്റ് ചെയ്യാം കേട്ടോ.